നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സകല തന്ത്രവും പയറ്റാനൊരുങ്ങുകയാണ് ഭരണപാർട്ടിയായ എൻ ഡി എക്ക് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയിൽ നിന്ന് എൻ ഡി എയിൽ നിന്ന് ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രതിപക്ഷമായ കോൺഗ്രസും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും. ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പറയാവുന്ന സാഹചര്യമൊന്നും തന്നെ ഇന്ന് രാജ്യത്തില്ല. ബി ജെ പിയും എൻ ഡി എയും അവരുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള പാകതയും പക്വതയും പാങ്ങുമൊന്നും രാജ്യത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനോ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെ കൂനിന്മേൽ കുരു പോലെ കോൺഗ്രസ് ചെയ്തു വയ്ക്കുന്ന ഓരോ അബദ്ധങ്ങളും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയാണ്. ഏറ്റവും ഒടുവിലായി വാരാണസിയിലെ ചെറുപ്പക്കാരെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയാണ് വിവാദമായി മാറുന്നത്. വാരാണസിയിലെ ചെറുപ്പക്കാർ വാദ്യോപകരണങ്ങൾ വായിച്ച് ലഹരി വസ്തുക്കൾക്ക് അടിമയായി ബോധമില്ലാതെ കിടക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. തൻ്റെ മണ്ഡലത്തിലെ തൻ്റെ മക്കളെക്കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത്? വാരാണസിയെ മാത്രമല്ല, ഹൈന്ദവ ചെറുപ്പക്കാരെ മുഴുവൻ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഈ പ്രസ്താവനയെ ഏറ്റുപിടിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ. വാരാണസിയിലെ ജനങ്ങളെ അപമാനിച്ച രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം കേവലം ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വലിയ അബദ്ധമായി മാറിയെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി നേതാക്കൾ ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വാരാണസി എന്നത് ആചാരപരമായി അത്രത്തോളം പവിത്രതയുള്ള ഇടമാണ്. ആ വാരാണസിയെ ചേർത്ത് ചില കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നാണ് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പിഴയ്ക്കുന്നത്? അതായത് ബി ജെ പിയുടെ തേരോട്ടവും എൻ ഡി എയുടെ തേരോട്ടവും പ്രഖ്യാപിക്കുകയാണ് രാജ്യത്തെ നിരവധി എക്സിറ്റ് പോൾ സർവേകൾ. അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ തന്നെ വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അഭൂതപൂർവമായ വിജയം നേടുമെന്ന് ഉറപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തൊട്ടെല്ലാം പിഴയ്ക്കുകയാണ് കോൺഗ്രസിന്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി രാജ്യം ചുറ്റുന്നത്. അതിന് തന്നെ വലിയ തരംഗമുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ ഇന്ത്യ മുന്നണി സഖ്യം, അതായത് രാജ്യത്ത് ബി ജെ പിയെയും എൻ ഡി എയെയും പുറത്താക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കൂട്ടുമുന്നണി, ആ കൂട്ടുമുന്നണിയിൽ നിന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ അലോസരം ചെറുതല്ല. ഇതിനിടയിലാണ് എല്ലാ നിയന്ത്രണങ്ങളും കൈവിടും തരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പല ജൽപ്പനങ്ങളും ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിലായി ഉണ്ടായതാണ് വാരാണസിയിലെ ചെറുപ്പക്കാരെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവന. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാരാണസിയിൽ പോയിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാർ വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് മദ്യപിച്ച് ലക്കുകെട്ട് ലഹരി ഉപയോഗിച്ച് തെരുവുകളിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അല്ലാതെ ഒരു ദളിതനെയും ഒരു ഹൈന്ദവനെയും ഒന്നും ഞാൻ ക്ഷേത്ര പരിസരത്ത് കണ്ടില്ല. ഇത് വലിയ വിവാദങ്ങളാണ് പിന്നീട് രാജ്യത്ത് ഉണ്ടാക്കിയത്. ഹൈന്ദവ സമൂഹത്തെ ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധി അപമാനിച്ചു. അത് മാത്രവുമല്ല, ദളിതരെ അപമാനിച്ചു. വാരാണസിയിലെ ചെറുപ്പക്കാരെ പൂർണ്ണമായും അപമാനിച്ചു. വാരാണസിയിലെ ചെറുപ്പക്കാരെല്ലാം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതെന്ന ആക്ഷേപമാണ് ഉയർന്നത്. ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണാനാകില്ലെന്ന് ബി ജെ പി പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലെ രാഷ്ട്രീയ മുതലെടുപ്പ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ ഇതിന്മേൽ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തനിനിറം ഇതാ നിങ്ങൾ കണ്ടു നോക്കൂ. രാജ്യത്തെ ഹൈന്ദവ ചെറുപ്പക്കാരെ മുഴുവൻ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി. തൻ്റെ സ്വന്തം മണ്ഡലമായ വാരാണസിയിലെ തൻ്റെ മക്കളെ അപമാനിച്ച രാഹുൽ ഗാന്ധിക്ക് മാപ്പില്ല. രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾ തിരികെ പകരം ചോദിക്കും. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ അതിൽ എത്രത്തോളം വൈകാരികമായ ഇടപെടലിനാണ് സാധ്യതയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം ഉയർത്തിവിടുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആയി തന്നെ ഉപയോഗിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പല പ്രസ്താവനകളെയും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ മുഖ്യ വിഷയമായി അവതരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീരാമൻ എന്നത് കോൺഗ്രസിന് വെറും സങ്കല്പം മാത്രമാണ്.
അത്തരത്തിൽ സങ്കല്പമായതുകൊണ്ടാണ് ശ്രീരാമ ഭഗവാന് വേണ്ടി ഒരു അമ്പലം വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഇത്രത്തോളം വൈകിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന നിസ്സാരമായിട്ട് നമുക്ക് കാണാനാകില്ല. ആ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള വലിയ ഒരു രാഷ്ട്രീയപരമായ ആരോപണം, ആ രാഷ്ട്രീയ ആരോപണത്തെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാനുമാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസിന്റെ നിലപാട് തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചരിത്രപരമായ വിഡ്ഢിത്തമാണ് കോൺഗ്രസ് കാണിച്ചതെന്ന് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും പറയുന്നുണ്ട്. കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസുമായി അകന്നു കഴിയുന്നത് പോലും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്ത നിലപാടിനെ തുടർന്നാണ്. രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ പൂർണ്ണമായും അപമാനിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തതെന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നുണ്ട്. അവർ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു പരസ്യമായ പ്രതികരണത്തിന് മുതിരില്ലെന്ന് മാത്രം. എന്നാൽ ഒരു അവസരം കിട്ടിയാൽ അവർ കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉത്തർപ്രദേശിലെ, മധ്യപ്രദേശിലെ, രാജസ്ഥാനിലെ, ഹരിയാനയിലെ ഹിന്ദി ഹൃദയഭൂമികളിലെല്ലാം തന്നെ കോൺഗ്രസിനെതിരായ ഈ ഒരു വികാരമുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവത്തിൽ, ആ സംഭവത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തെ പൂർണ്ണമായി നിരസിച്ചിരുന്നു. ഇത് കേരളത്തിലടക്കം ചില കോൺഗ്രസ് നേതാക്കളുടെ, രാഹുൽ ഗാന്ധിയുടെ പെട്ടിതാങ്ങികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതെന്നും ഇത് ആനമണ്ടത്തരമായിരുന്നു എന്നും കോൺഗ്രസിലെ പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്നത് ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ മതങ്ങളെയും, എല്ലാ ജാതികളെയും, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി. ആ പാർട്ടി എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് കേവലം ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെ മാത്രം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്? കേരളത്തിലെ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയ്ക്ക് വേണ്ടി, ആ പാർട്ടികളെ പിണക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ വളരെ തെറ്റായ ഒരു തീരുമാനമാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. അതിൽ വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ സമയത്ത് കോൺഗ്രസിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നില്ല BJP. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് BJP ഇതൊരു പ്രചരണ വിഷയമാക്കാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. രാജ്യത്തെ കോൺഗ്രസ് ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചിരിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തത് കോൺഗ്രസിന് ഹൈന്ദവർക്ക് ഒരു വിലയില്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളുടെ മാത്രം ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങൾ അവർക്കൊരു പ്രശ്നമല്ല. ഇത്തരത്തിലാണ് BJP ഇനി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് വാരണസിയിലെ ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്നുവെന്നും അവർ മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നും അവർ മദ്യപിച്ച് ലക്കുകെട്ടാണ് കിടക്കുന്നതെന്നും അടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ. ഇത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് നൽകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. എന്തായാലും പരാജയം സമ്മതിച്ച ഒരു ശരീരഭാഷയിലാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിനൊപ്പം കൂടുതൽ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി.